ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ R.H. Whittakerൻ്റെ 5 Kingdom ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിച്ചു. Based on that, there are 5 main kingdoms, and the 5 main kingdoms are Kingdom Monera, Kingdom Protista, Kingdom Fungi, Kingdom Plantae and Kingdom Animalia. അല്ലേ, ഓരോ കിങ്ഡംസിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഓരോ കിങ്ഡംസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ കിങ്ഡംസിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. അതിലാദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കിങ്ഡം മൊണീറയെ കുറിച്ചാണ്. കിങ്ഡം മൊണീറ എന്താണ്? കിങ്ഡം മൊണീറ, അതിൽ വരുന്ന ഓർഗാനിസംസ് എന്തൊക്കെയാണ്, ആ ഓർഗാനിസംസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പോവാം ഒന്നാമത്തെ കിങ്ഡത്തിലേക്ക്. കിങ്ഡം മൊണീറ നമ്മൾ പറഞ്ഞു. എന്താണ് കിങ്ഡം മൊണീറ? എന്താ നമ്മൾ പറഞ്ഞത്? കിങ്ഡം മൊണീറ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രോകാരിയോട്ടിക് യൂണിസെല്ലുലാർ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്, അല്ലേ? ഏറ്റവും ലോവർ കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസംസ്, അതായത് പ്രോകാരിയോട്ടിക് ആണ്, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും ഇല്ല, മൈന്യൂട്ട് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്, സിമ്പിൾ ഓർഗാനിസംസ് ആയിട്ടുള്ള വളരെ ചെറിയ ചെറിയ ഓർഗാനിസംസ് ഉൾപ്പെട്ട് വരുന്ന ഒരു ഗ്രൂപ്പാണ് കിങ്ഡം മൊണീറ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസംസിനെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേര് മൊണീറൻസ് എന്നാണ്. MONERANS. അതായത് കിങ്ഡം മൊണീറ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസംസിനെ വിളിക്കുന്ന പേര് മൊണീറൻസ് എന്നാണ്. മൊണീറൻസ് എന്താണ്? മൊണീറൻസിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ദേ ഒക്കൂർ എവ്രിവെയർ ഇൻ ദ വേൾഡ്. ലോകത്തെല്ലായിടത്തും കാണപ്പെടുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മൈന്യൂട്ട് ഓർഗാനിസംസ് ആണ് മൊണീറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് എവിടേക്ക് കാണപ്പെടുന്നു? ഇപ്പോൾ നമ്മൾ പറഞ്ഞു എവ്രിവെയർ ഇൻ ദ വേൾഡ് എന്ന്, ലോകത്തെല്ലായിടത്തും ഒരുപോലെ കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ദേ ഫൗണ്ട് അബണ്ടൻ്റ്ലി ഇൻ വാട്ടർ, വെള്ളത്തിൽ കാണും, സോയിൽ, മണ്ണിൽ കാണും, ആൻഡ് ഓൾ ലിവിങ് ഓർഗാനിസംസ്, ജീവനുള്ള ജീവികളിൽ കാണപ്പെടുന്നുണ്ട്, ഡെഡ് മാറ്റേഴ്സ്, അതായത് ജീർണാവശിഷ്ടങ്ങളിൽ കാണപ്പെടുന്നുണ്ട്, എയർ, വായുവിൽ കാണപ്പെടുന്നുണ്ട്, അല്ലേ? സോ ദേ ഫൗണ്ട് ഇൻ എയർ, വാട്ടർ, സോയിൽ, ലിവിങ് ഓർഗാനിസംസ്, ഡെഡ് മാറ്റേഴ്സ് എന്ന് വേണ്ട എല്ലായിടത്തും കാണപ്പെടുന്ന മൈന്യൂട്ട് മൈക്രോസ്കോപ്പിക് സിമ്പിൾ ഓർഗാനിസംസ് ആണ് എന്തെന്ന് പറയുന്നത്? മൊണീറൻസ്. മൊണീറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൊണീറ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസംസിനെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് മൊണീറൻസ്. മനസ്സിലായല്ലോ? ഈ മൊണീറ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പർ എന്ന് പറയുന്നത്, ദ മോസ്റ്റ് കോമൺ മെമ്പേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ആർ ബാക്ടീരിയ. മൈന്യൂട്ട് മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ആയ, പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആയ, സിമ്പിൾ ഓർഗാനിസംസ് ആയ ബാക്ടീരിയയാണ് കിങ്ഡം മൊണീറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ബാക്ടീരിയയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എന്താ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ? ബാക്ടീരിയ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്താണ്? വളരെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്ര മൈന്യൂട്ട് ഓർഗാനിസംസ് ആണ് എന്നാണ്, അല്ലേ? ഏറ്റവും ചെറിയ ജീവികൾ എന്നാണ്. അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ ദേ ആർ മോസ്റ്റ് മൈന്യൂട്ട് ആൻഡ് സിമ്പിൾ ഓർഗാനിസംസ്. വളരെ ചെറിയ ഓർഗാനിസംസ് ആണ്, മൈന്യൂട്ട് ആയിട്ടുള്ള സിമ്പിൾ ഓർഗാനിസംസ് ആണ് ബാക്ടീരിയ. ഈ ബാക്ടീരിയയെക്കുറിച്ച് കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച്, നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിനെക്കുറിച്ച് പറയുന്നില്ല, എന്നാലും കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ആരാ ബാക്ടീരിയയെ കണ്ടുപിടിച്ചതെന്നറിയാമോ? ഈ ബാക്ടീരിയ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഒരു ഡച്ച് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആൻറ്റൺ വാൻ ല്യൂവൻഹുക്ക്. ശരിക്കും പറഞ്ഞാൽ 1675 ആൻറ്റൺ വാൻ ല്യൂവൻഹുക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആദ്യമായിട്ട് ഈ പറയുന്ന ബാക്ടീരിയങ്ങളെ കണ്ടുപിടിക്കുന്നത്, അല്ലേ? ഈ ബാക്ടീരിയ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ബാക്ടീരിയ എന്ന് പറയുന്ന പേര് കേട്ടാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്? ഡിസീസസ്, രോഗങ്ങളെക്കുറിച്ചാണ്, അല്ലേ? ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഇനി ഈ ബാക്ടീരിയകൾ രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയതാരാണ് എന്ന് പറഞ്ഞതാരാണെന്നറിയാമോ? അതായത് 1864 ലൂയി പാസ്റ്റർ, അതുപോലെ തന്നെ 1876 കോച്ച്. ഈ രണ്ട് പേരുമാണ് ബാക്ടീരിയ എന്ന് പറയുന്ന മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസിന് ഡിസീസസ്, രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ 1675 ഇൻ 1675
Dutch scientist Anton van Leeuwenhoek first identified bacteria. Later, in 1864, Louis Pasteur, and in 1876, Koch, they reported that these microorganisms could have cause diseases. ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഡിസീസസ് രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്ന 1864 ലൂയി പാസ്റ്ററും 1876 കോച്ച് അല്ലെ ഇവർ നടത്തിയ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് ദീസ് ഓർഗാനിസംസ്, ദീസ് മൈന്യൂട്ട് ഓർഗാനിസംസ്, ദേ ഹാവ് ദ കേപ്പബിലിറ്റി ടു കോസ് ഡിസീസസ്. ഓക്കെ, ഞാൻ പറഞ്ഞു ബാക്ടീരിയങ്ങൾ എന്ന് പറയുന്നത് യൂണിസെല്ലുലർ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മോണിറൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മാത്രമല്ല ഇത് സ്മോളസ്റ്റ് ഓർഗാനിസംസ് ആണ്. ഈ സ്മോളസ്റ്റ് ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ അവന് ഏകദേശം ഒരു സൈസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഏകദേശം ഈ ബാക്ടീരിയങ്ങളുടെ സൈസ് എന്ന് പറയുന്നത് ദേ മെഷർ ഫ്രം 0.75 to 15 മൈക്രോൺസ് ഇൻ ലെങ്ത്. മൈക്രോൺസ് ആണ്, വളരെ ചെറിയ അളവാണ്. 0.75 മുതൽ 15 മൈക്രോൺസ് വരെയാണ് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ബാക്ടീരിയങ്ങളുടെ ഏകദേശ ലെങ്ത് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ബാക്ടീരിയങ്ങൾ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദെം ആർ പാരസൈറ്റിക്, പരാദങ്ങളാണ്, മറ്റുള്ളവയെ ആശ്രയിച്ച് കഴിയുന്നവയാണ്, അല്ലെങ്കിൽ സാപ്രോഫൈറ്റിക് ആണ്. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഡെഡ് മാറ്റേഴ്സ്, ജീർണാവശിഷ്ടങ്ങളും മറ്റും ആഹാരമായി സ്വീകരിച്ച് കഴിയുന്നവയാണ് ഈ പറയുന്ന സാപ്രോഫൈറ്റ്. അപ്പം മിക്കവാറും ഉള്ളതെല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ ഈ പാരസൈറ്റിക് അല്ലെങ്കിൽ സാപ്രോഫൈറ്റിക് എന്ന് വെച്ചാൽ ഇത് രണ്ട് ഏത് ടൈപ്പ് ന്യൂട്രീഷനാണ്? ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനാണ്. മനസ്സിലായില്ലേ? സോ ബാക്ടീരിയ ദേ ആർ മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയ ഓർ മോസ്റ്റ് ഓഫ് ദ മോണിറൻസ് ആർ സാപ്രോഫൈറ്റിക് ഓർ പാരസൈറ്റിക് ആൻഡ് സം ഓഫ് ദം ആർ ഓട്ടോട്രോഫിക്. അതിൽ ചിലത് ഓട്ടോട്രോഫിക് ആണ്, സെൽഫ് നറിഷിംഗ് ആണ്, സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ കഴിയുന്നവയാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. മോസ്റ്റ് ഓഫ് ദം ആർ ഹെറ്ററോട്രോഫിക്. ദറ്റ് മീൻസ് എങ്ങനെയൊക്കെയാണ്? സാപ്രോഫൈറ്റിക് ഓർ പിന്നെന്താ നമ്മൾ പറഞ്ഞത്? പാരസൈറ്റിക്. സം ഓഫ് ദെം ആർ ഓട്ടോട്രോഫിക് ഓർഗാനിസം. സം ഓഫ് ദ ബാക്ടീരിയ, ചില ബാക്ടീരിയകൾ എന്താണ്? ഓട്ടോട്രോഫിക് ആണ്. ഓക്കെ, ഇനി ബാക്ടീരിയകളെ കുറിച്ച് പറഞ്ഞല്ലോ നേരത്തെ. ദേ ഫൗണ്ട് എവ്രിവെയർ ഇൻ ദ വേൾഡ്. അബണ്ടൻ്റ്ലി ദേ ഫൗണ്ട് ഇൻ എയർ, വാട്ടർ, സോയിൽ, ലിവിങ് ഓർഗാനിസംസ്, ഡെഡ് മാറ്റേഴ്സ് എക്സെട്ര. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണയായിട്ട് ഒരു എക്സാമ്പിളായിട്ട് അറിഞ്ഞിരിക്കുക, ബാക്ടീരിയകൾ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ടിപ്പിക്കലായിട്ട് നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ആ ബാക്ടീരിയയുടെ പേര് ഈ കൊളി എന്നാണ്. എസ്ക്രീഷ്യ കൊളി. എസ്ക്രീഷ്യ കൊളി എന്നാണ് അതിൻ്റെ പൂർണ്ണമായ പേര്. നമ്മൾ എഴുതുമ്പോൾ ഈ കൊളി എന്നെഴുതും. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സ്മോൾ റോഡ് ഷേപ്ഡ് ബാക്ടീരിയം. റോഡ് എന്ന് വെച്ചാൽ ദണ്ഡാകൃതി, വടിയുടെ ആകൃതിയിൽ എന്നാണ്. സോ ഇറ്റ്സ് എ സ്മോൾ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ഫൗണ്ട് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ ഓഫ് മാൻ ആൻഡ് അതർ ആനിമൽസ്. മനുഷ്യൻ്റെയും മറ്റുള്ള അനിമൽസിൻ്റെയും ഇൻറ്റസ്റ്റൈനിൽ കാണപ്പെടുന്ന ഒരു ചെറിയ റോഡ് ഷേപ്ഡ് ബാക്ടീരിയയാണ് ഈ കൊളി അല്ലെങ്കിൽ എസ്ക്രീഷ്യ കൊളി എന്ന് പറയുന്നത്. സോ എസ്ക്രീഷ്യ കൊളി ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ ചോദിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് എസ്ക്രീഷ്യ കൊളി അല്ലെങ്കിൽ ഈ കോളിയെ കുറിച്ചാണ്. ഇറ്റ്സ് എ സ്മോൾ റോഡ് ഷേപ്ഡ് ബാക്ടീരിയം ഫൗണ്ട് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ ഓഫ് മാൻ ആൻഡ് അതർ ആനിമൽസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയുമാണ് ബാക്ടീരിയങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ബാക്ടീരിയങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സയൻസിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയുണ്ട്. എന്തെന്നറിയാമോ? ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബാക്ടീരിയ ഈസ് കോൾഡ് ബാക്ടീരിയോളജി. ബാക്ടീരിയങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഈ സയൻസിൻ്റെ ബ്രാഞ്ചിനെ നമ്മൾ പറയുന്ന പേര് ബാക്ടീരിയോളജി എന്നാണ്. ഈ ബാക്ടീരിയങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് ബാക്ടീരിയോളജിസ്റ്റ് എന്നാണ്. So the branch of science which deals with the study of bacteria is called bacteriology, and the scientists who concerned with the study of bacteria are called bacteriologist. മനസ്സിലായല്ലോ? ഇനി ഈ ബാക്ടീരിയകളെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് അറിയാമോ? സാധാരണ ഓർഗാനിസംസിനെ നമ്മൾ പറയുമ്പോൾ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലേ? പക്ഷേ ബാക്ടീരിയകളെ നമ്മൾ തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേക ടെക്നിക്കിലൂടെയാണ് തിരിച്ചറിയുന്നതിനെ നമ്മൾ വിളിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് പിന്നീട് വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയാം. അതായത് സ്റ്റെയിനിങ് ടെക്നിക്ക് എന്നാണ് പറയുന്നത്. സ്റ്റെയിനിങ് ടെക്നിക്ക് 1884 ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇതിനെ പ്രപ്പോസ് ചെയ്തത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഗ്രാം സ്റ്റെയിനിങ് എന്നാണ്. ഇൻ 1884
1894 ക്രിസ്ത്യൻ ഗ്രാം പ്രപ്പോസ്ഡ് എ മെക്കാനിസം കോൾഡ് ഗ്രാം സ്റ്റെയിനിങ് ഫോർ ഐഡൻറ്റിഫൈയിങ് ബാക്ടീരിയങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്തൊരു കാര്യമാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്രാം സ്റ്റെയിനിങ് എന്നാണ്. 1884 ക്രിസ്ത്യൻ ഗ്രാം ഹി പ്രപ്പോസ്ഡ് ഗ്രാം സ്റ്റെയിനിങ്. എന്താണെന്നറിയാമോ? ഈ ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്ന ടെക്നിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 2 ടൈപ്പ് ബാക്ടീരിയങ്ങളുണ്ട്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ദ സ്റ്റെയിനിങ് ടെക്നിക്ക്. ഏതൊക്കെയാണെന്നറിയാമോ? അതിലൊന്നാമത്തേനെ വിളിക്കുന്നത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്നും രണ്ടാമത്തേനെ വിളിക്കുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നുമാണ്. 2 ടൈപ്പ്, ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും. ഇതെങ്ങനെയാണ് നമ്മളിതിനെ തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ സ്റ്റെയിനിങ്, അതായത് സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു കളറിങ് ടെക്നിക്കാണ്. അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഗ്രാം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ചില ബാക്ടീരിയങ്ങളെ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ കളർ, അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും നിങ്ങളിപ്പോൾ പഠിക്കേണ്ട, ആ ടെക്നിക്കിനെ കുറിച്ച് മാത്രം മനസ്സിലാക്കുക. അതായത് ചില ബാക്ടീരിയങ്ങൾക്ക് ഈ സ്റ്റെയിനിങ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഡീപ്പ് വയലറ്റ് കളർ കിട്ടും, നല്ല കടുത്ത വയലറ്റ് കളർ കിട്ടും. അങ്ങനെയുള്ള ബാക്ടീരിയങ്ങൾ സ്റ്റെയിൻ ചെയ്യുമ്പോൾ ഇഫ് ദ ബാക്ടീരിയ ഗോട്ട് ഡീപ്പ് വയലറ്റ് കളർ, അതിനെ നമ്മൾ വിളിക്കും ഗ്രാം പോസിറ്റീവ് എന്ന് വിളിക്കും. എന്നാൽ ചില ബാക്ടീരിയങ്ങൾക്ക് സ്റ്റെയിൻ ചെയ്യുമ്പോൾ ദേ ലോസ് ദ കളർ ഓഫ് ദ സ്റ്റെയിൻ, അതിൻ്റെ ആ ഒരു കളർ നഷ്ടപ്പെട്ടു പോകും. നോർമലി സം അതേഴ്സ് ലോസ് ദ കളർ ഓഫ് ദ സ്റ്റെയിൻ വൈൽ സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ ആ സ്റ്റെയിൻ്റെ കളർ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന ഗ്രാം നെഗറ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞ എസ്ക്രീഷ്യ കോളിയിലെ അതൊരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. സോ സ്റ്റെയിനിങ് അല്ലെങ്കിൽ സ്റ്റെയിനിങ് ടെക്നിക്ക് നടത്തുമ്പോൾ if the bacteria got deep violet color, നല്ല വയലറ്റ് കളർ കിട്ടുകയാണെങ്കിൽ അത് ഗ്രാം പോസിറ്റീവും, ആൻഡ് സം അതേഴ്സ് ദേ ലോസ് ദ കളർ ഓഫ് ദ സ്റ്റെയിൻ വൈൽ സ്റ്റെയിനിങ്, കളർ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതെന്തുമായിരിക്കും? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ബാക്ടീരിയങ്ങളെ കുറിച്ചുള്ള ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. there are different types of bacteria. പല തരത്തിലുള്ള ബാക്ടീരിയങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ശരിക്കും ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ. നമുക്ക് ബാക്ടീരിയങ്ങളെ നമ്മളിത് ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്, വർഗീകരിക്കാൻ പോവാണ്. ഒരുപാട് തരത്തിൽ നമുക്കറിയാം, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്ര മൈന്യൂട്ട് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ബാക്ടീരിയ എന്ന് പറയുന്നതെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് പലതരത്തിലുള്ള ബാക്ടീരിയങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന പലതരത്തിൽ എന്ന് പറയുന്നത്? അവിടെ നമ്മൾ ആദ്യം അതിനെ അടിസ്ഥാനമാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയങ്ങളെ അവയുടെ ഷേപ്പിനനുസരിച്ച്, അവയുടെ ആകൃതിക്കനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ബാക്ടീരിയ ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 മെയിൻ കാറ്റഗറീസ്. ബാക്ടീരിയങ്ങളെ അവയുടെ ഷേപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ടും 4 കാറ്റഗറി ആയിട്ട് തിരിക്കാം. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. there are 4 main category or types of bacteria based on the classification, based on the shape. ഷേപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 4 ആയിട്ട് തിരിക്കാം. there are 4 main types of bacteria based on their shape. ഏതൊക്കെയാണ്? ഒന്ന്, the first one, coccus, COCCUS, coccus. 2, bacillus, BACILLUS, bacillus. 3, spirillum, SPIRILLUM, spirillum. 4, vibrion, VIBRION, vibrion. So there are 4 different types of bacteria based on the shape. ബാക്ടീരിയങ്ങളെ അതിൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് 4 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? 1, കോക്കസ്, 2, ബാസില്ലസ്, 3, സ്പൈറില്ലം, 4, വിബ്രിയോൺ. ഓക്കെ, ഇനി ഓരോ കാറ്റഗറിയിലും ഓരോ ഗ്രൂപ്പിലും വരുന്ന, നമ്മൾ മനസ്സിലാക്കുക, ഇത് ഓരോന്നും ഓരോ ഗ്രൂപ്പാണ്, ഒരു ബാക്ടീരിയ അല്ല, കുറേ ബാക്ടീരിയകൾ ചേർന്ന് വരുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും വരുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഷേപ്പിനനുസരിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും വരുന്ന ബാക്ടീരിയകളുടെ ഷേപ്പ് എന്താണ് നമ്മൾ നോക്കണ്ടേ? നോക്കാം. അതിലാദ്യമാരാണ് കോക്കസ്. എന്താണ് കോക്കസ്? ദ സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കോൾഡ് കോക്കസ്. സ്പെറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഗോളാകൃതിയിലുള്ള ബാക്ടീരിയങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് കോക്കസ്. The spherical shaped bacterium is called coccus. എക്സാമ്പിൾ, 2 എക്സാമ്പിൾ വെച്ച് പഠിക്കുക. അതിൽ എക്സാമ്പിൾ ഇപ്പോൾ ഡിപ്ലോകോക്കസ് ഒരു ടിപ്പിക്കൽ സ്പെറിക്കൽ ബാക്ടീരിയ ആണ്. അതുപോലെ സ്ട്രെപ്റ്റോകോക്കസ്, അതും ഒരു സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ ആണ്. സോ ഡിപ്ലോകോക്കസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് ആർ എക്സാമ്പിൾ ഫോർ കോക്കസ്. അപ്പോൾ എന്താ കോക്കസ്? ദ സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കോൾഡ് കോക്കസ്. എക്സാമ്പിൾ ഡിപ്ലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്.
മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തേത് എന്താ? ബാസില്ലസ്. അതിൻ്റെ ഷേപ്പ് എന്താന്ന് നോക്കിയേ. ബാസില്ലസ് എന്ന് പറഞ്ഞാൽ ദ റോഡ്, ഞാൻ നേരത്തെ പറഞ്ഞ റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദണ്ഡാകൃതി അല്ലെങ്കിൽ വടി പോലെ കാണപ്പെടുന്ന അല്ലെ. ദ റോഡ് ഷേപ്ഡ്, ROD ആണ് റോഡ്. ദ റോഡ് ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കോൾഡ് ബാസില്ലസ്. റോഡ് ഷേപ്ഡ് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ബാക്ടീരിയങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്താ? ബാസില്ലസ്. അതിന് എക്സാമ്പിൾ നേരത്തെ നമ്മൾ ഒരെണ്ണം പറഞ്ഞത് എസ്ക്രീഷ്യ കോളി, ഈ കോളി എന്ന് പറയുന്നത് ബാസില്ലസിന് എക്സാമ്പിൾ ആണ്. അതുപോലെ സ്ട്രെപ്റ്റോബാസില്ലസ്, നേരത്തെ നമ്മൾ സ്ട്രെപ്റ്റോകോക്കസ് ആണ് പറഞ്ഞത് അല്ലേ, ഇവിടെ സ്ട്രെപ്റ്റോബാസില്ലസ്. അതുപോലെ നേരത്തെ പറഞ്ഞ ഡിപ്ലോകോക്കസ് പോലെ ഡിപ്ലോബാസില്ലസ്. ഏതൊക്കെയാണ്? ഡിപ്ലോബാസില്ലസ്, സ്ട്രെപ്റ്റോബാസില്ലസ്, ഈ കോളി എക്സെട്ര ആർ എക്സാമ്പിൾസ് ഫോർ ബാസില്ലസ്. മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തേത് സ്പൈറില്ലം. എന്താ സ്പൈറില്ലം എന്ന് ചോദിച്ചാൽ ദ സ്പൈറൽ ഷേപ്ഡ് അല്ലെങ്കിൽ സ്പ്രിംഗ് ഷേപ്ഡ് ബാക്ടീരിയങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് സ്പൈറൽ. സ്പൈറൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി മുകളിലോട്ട് കയറി പോകുന്ന ചുറ്റുഗോവണി കണ്ടിട്ടില്ലേ, അതുപോലെ കറങ്ങി ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന പോലെ സ്പ്രിങ് പോലെ കാണപ്പെടുന്ന ദ സ്പൈറൽ ഓർ സ്പ്രിംഗ് ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കോൾഡ് സ്പൈറില്ലം. അതിന് എക്സാമ്പിൾ സ്പൈറില്ലം അണ്ടുലം, UNDULUM, സ്പൈറില്ലം അണ്ടുലം. ദ സ്പൈറൽ ഓർ സ്പ്രിംഗ് ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കോൾഡ് സ്പൈറില്ലം. എക്സാമ്പിൾ സ്പൈറില്ലം അണ്ടുലം. ഓക്കെ. ഇനി നാലാമത്തേതും അവസാനത്തേതും വിബ്രിയോൺ. എന്താണ് വിബ്രിയോൺ? ദ കോമ ഷേപ്ഡ്, നമ്മൾ കോമ ഇടില്ലേ, അതുപോലെ കോമ ഷേപ്ഡ് ബാക്ടീരിയങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് വിബ്രിയോ. ദ കോമ ഷേപ്ഡ് ബാക്ടീരിയ ഇസ് കോൾഡ് വിബ്രിയോ. എക്സാമ്പിൾ വിബ്രിയോ കോമ. മനസ്സിലായല്ലോ. അപ്പോൾ ഈ 4 ബാക്ടീരിയങ്ങളുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ബാക്ടീരിയ ദേ ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 4. ഏതൊക്കെയാണ്? ഒന്ന് കോക്കസ്, ബാസില്ലസ്, സ്പൈറില്ലം, വിബ്രിയോ. ഏതൊക്കെയാണ് ഷേപ്പ് നമ്മൾ പറഞ്ഞത്? കോക്കസ്. ദ സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കോൾഡ് കോക്കസ്. എക്സാമ്പിൾ ഡിപ്ലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് അല്ലേ. രണ്ടാമത്തേത് ബാസില്ലസ്. ദ റോഡ് ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കോൾഡ് ബാസില്ലസ്. എക്സാമ്പിൾ സ്ട്രെപ്റ്റോബാസില്ലസ്, ഡിപ്ലോബാസില്ലസ്, എസ്ക്രീഷ്യ കോളി. മൂന്നാമത്തേത് സ്പൈറില്ലം. ദ സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കോൾഡ് സ്പൈറില്ലം. എക്സാമ്പിൾ സ്പൈറില്ലം അണ്ടുലം. നാലാമത്തേത് വിബ്രിയോൺ. ദ കോമ ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കോൾഡ് വിബ്രിയോൺ. എക്സാമ്പിൾ വിബ്രിയോ കോമ. അപ്പോൾ ഇതാണ് ഒന്നാമത്തേത്, ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയങ്ങളുടെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറഞ്ഞത്. കോക്കസ്, ബാസില്ലസ്, സ്പൈറുല്ലം, വിബ്രിയോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ ബാക്ടീരിയങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ആദ്യം നമ്മൾ എന്താണ്? ഷേപ്പിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്. ഇനി നമ്മൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ബാക്ടീരിയങ്ങളുടെ സ്ട്രക്ചറിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഏതൊക്കെ ടൈപ്പ് ബാക്ടീരിയങ്ങളാണ് വരുന്നത് എന്നതിനെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്താണ് ബാക്ടീരിയ? കിങ്ഡം മോണിറയിൽ വരുന്ന ഓർഗാനിസംസ് ഏതാണ്? അത് ബാക്ടീരിയങ്ങളാണ് മെയിൻ മെമ്പേഴ്സ്. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അതിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതിൽ 2 ടൈപ്പ് അതിനെ തിരിച്ചറിയുന്ന ഒരു മെത്തേഡിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റെയിനിങ് ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ക്രിസ്ത്യൻ ഗ്രാം പ്രപ്പോസ് ചെയ്ത. അപ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ഷേപ്പ്. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലജല്ല. എന്താ ഫ്ലജല്ല എന്നറിയാമോ? ഫ്ലജല്ല എന്ന് പറഞ്ഞാൽ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് റെസ്പോൺസിബിൾ ഫോർ മൂവ്മെൻറ്റ്. അതായത് സഞ്ചരിക്കാൻ, ഒരു മീഡിയത്തിൽ കൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന ഹെയർ ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഫ്ലജല്ല. അപ്പോൾ ഈ ഫ്ലജല്ലയെ ബേസ് ചെയ്തുകൊണ്ട് ബാക്ടീരിയങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും 5 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ദർ ആർ 5 മെയിൻ ഗ്രൂപ്പ്സ് ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ദിയർ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലജല്ല. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. അതിലൊന്നാമത്തേനെ വിളിക്കുന്നത് എ ട്രിക്കസ്, ATRICHOUS, എ ട്രിക്കസ്. 2 മോണോട്രിക്കസ്. 3 ആംഫിട്രിക്കസ്. 4 ലോഫോട്രിക്കസ്. 5 പെരിട്രിക്കസ്. അപ്പോൾ എന്തിനെ ബേസ് ചെയ്താണ് പറഞ്ഞത്? ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലജല്ല ബാക്ടീരിയ ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 5. ഏതൊക്കെയാ? എ ട്രിക്കസ്, മോണോട്രിക്കസ്, ആംഫിട്രിക്കസ്, ലോഫോട്രിക്കസ് ആൻഡ് പെരിട്രിക്കസ്. ഇങ്ങനെ 5 ടൈപ്പ് ബാക്ടീരിയകളാണുള്ളത്. എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എ ട്രിക്കസ്, എ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പറയുന്ന എ ഫോർ ആബ്സെൻറ്റ് എന്നാണ്.
അല്ലേ? അപ്പോൾ എ ട്രിക്കസ് എന്ന് പറഞ്ഞാൽ ദ ബാക്ടീരിയ വിച്ച് ഹാസ് നോ ഫ്ലജല്ല. ഫ്ലജല്ല ഇല്ലാത്ത ബാക്ടീരിയങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് എ. നിങ്ങൾ എ എന്ന് പറയുമ്പോൾ ഒന്ന് എന്ന് വിചാരിക്കരുത്. എ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താണ്? ആബ്സെൻറ്റ്. ദ ബാക്ടീരിയ വിത്തൗട്ട് ഫ്ലജല്ല ഈസ് കോൾഡ് എ ട്രിക്കസ്. എക്സാമ്പിൾ ഡിഫ്തീരിയ ബാസില്ലൈ. മറന്നു പോകാതെ ഓർമ്മിക്കുക. ഇത് അഡീഷണൽ പോയിന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ കിട്ടുന്നതാണ്. So the bacteria which has no flagella, it is called A trichus. Example diphtheria bacilli. 2 മോണോട്രിക്കസ്. നമുക്കറിയാം മോണോ എന്ന് വെച്ചാൽ എന്താ? ഒന്ന്, അല്ലേ? സോ മോണോട്രിക്കസ് അപ്പോൾ എന്തായിരിക്കും? ദ ബാക്ടീരിയൽ സെൽ ഹാസ് ഓൺലി 1 flagella and it is found at 1 pole. അതിനെ എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേര്, ബാക്ടീരിയൽ സെല്ലിൻ്റെ ഒരു എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേര് പോൾ എന്നാണ്. പോൾ. So the bacteria അല്ലെങ്കിൽ ബാക്ടീരിയൽ സെൽ ഹാസ് ഓൺലി 1 flagella at 1 pole. ഒരു പോളിൽ ഒരു ഫ്ലജല്ല വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് മോണോട്രിക്കസ്. എക്സാമ്പിൾ വിബ്രിയോ കോളറെ. വിബ്രിയോ കോളറെ മോണോട്രിക്കസ്. ഇനി മൂന്നാമത്തേത് ആംഫിട്രിക്കസ്. ആംഫി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സാധാരണ ആംഫിബിയൻസ് എന്നൊരു വാക്ക് നമ്മൾ കേട്ടില്ലേ? ഉഭയജീവികൾ എന്ന് പറയും. കരയിലും വെള്ളത്തിലും 2 എണ്ണമാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ആംഫിട്രിക്കസ് എന്ന് പറഞ്ഞാൽ there is 1 flagellum or there are many flagella at each pole of the cell. ആ ബാക്ടീരിയൽ സെല്ലിൻ്റെ 2 പോളിലും ഒന്നുകിൽ ഓരോ ഫ്ലജല്ല വെച്ച് അല്ലെങ്കിൽ ഒന്നിലധികം, 2 കേസും വരാം. അതുകൊണ്ടാണ് ആംഫിട്രിക്കസ് എന്ന് പറയുന്നത്. ദ ബാക്ടീരിയൽ സെൽ ഹാസ് ഓൺലി 1 flagellum or there are many flagella at each pole of the cell. ഒരു എക്സാമ്പിൾ ഓർമ്മിക്കാം. ആൽക്കലിജൻസ് ഫീക്കാലിസ്. ഒരു ബാക്ടീരിയ, ഇപ്പോൾ അധികം എക്സാമ്പിൾ പറയാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഓർമ്മിച്ചിരിക്കാൻ പാടായതുകൊണ്ടാണ് ഓരോ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ആൽക്കലിജൻസ് ഫീക്കാലിസ്. അപ്പോൾ എന്താ ആംഫിട്രിക്കസ്? there is 1 flagellum or there are many flagella at each pole of the cell. ഒരു പോളിൽ അല്ലെങ്കിൽ എന്താണ് ഓരോ പോളിലും ഓരോ ഫ്ലജല്ല അല്ലെങ്കിൽ ഒന്നിലധികം ഫ്ലജല്ല വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഫിട്രിക്കസ്. മനസ്സിലായല്ലോ? ഇനി നാലാമത്തേത് ലോഫോട്രിക്കസ്. ലോഫോട്രിക്കസ് എന്ന് പറഞ്ഞാൽ there are 2 or more flagella as a bunch at 1 pole. അതായത് 2-ലധികം ഫ്ലജല്ലകൾ ഒരു പോളിൽ തന്നെ ഇങ്ങനെ ബഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? കൂട്ടം. അപ്പോൾ 2-ലധികം ഫ്ലജല്ലകൾ കൂട്ടമായിട്ട് ഒരു പോളിൽ, ബാക്ടീരിയൽ സെല്ലിൻ്റെ ഒരു പോളിൽ വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോഫോട്രിക്കസ്. അതിന് എക്സാമ്പിൾ സ്യൂഡോമോണസ് എന്ന് പറയുന്ന, സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് എന്നാണ് അതിൻ്റെ മൊത്തം പേര്, സ്യൂഡോമോണസ്. സോ എന്താണ്? there are 2 or more flagella as a bunch at 1 pole of the bacterial cell. അതിനെ വിളിക്കുന്ന പേരാണ് ലോഫോട്രിക്കസ്. ഓക്കെ. ഇനി അഞ്ചാമത്തേതും അവസാനത്തേതും പെരിട്രിക്കസ്. പെരിട്രിക്കസ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ബാക്ടീരിയങ്ങളിൽ there are numerous flagella arises around the cell. സെല്ലിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ എന്ത് ചെയ്യും? ഫ്ലജല്ല വരും. അതാണ് പെരിട്രിക്കസ്. പെരി എന്ന് പറയുമ്പോൾ തന്നെ മോർ ദാൻ 1 എന്നാണ്. ന്യൂമറസ് ഫ്ലജല്ല arises around the cell. ആ സെല്ലിനെ, ബാക്ടീരിയൽ സെല്ലിനെ പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ട് ഒന്നിലധികം ധാരാളം ഫ്ലജല്ലകൾ കാണും. ഇപ്പോൾ ബാസിലസ് ടൈഫൂസസ് എന്ന് പറയുന്ന TYPHOSUS ടൈഫൂസസ് എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലജല്ല, ബാക്ടീരിയ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5 ഗ്രൂപ്പ്സ്. ഏതൊക്കെയാണ്? ഒന്ന് എ ട്രിക്കസ്. എന്താണ്? ബാക്ടീരിയ വിത്തൗട്ട് ഫ്ലജല്ല. എക്സാമ്പിൾ ഡിഫ്തീരിയ ബാസില്ലൈ. മോണോട്രിക്കസ്. എന്താ? ബാക്ടീരിയൽ സെൽ ഹാസ് ഓൺലി 1 flagellum at 1 pole of the cell. Bacterial cell has only 1 flagellum at 1 pole of the cell. Example Vibrio cholerae. മൂന്നാമത് നമ്മൾ പറഞ്ഞ ആംഫിട്രിക്കസ് എന്ന് പറയുമ്പോൾ there is 1 flagellum or there are many flagella at each pole of the cell, അല്ലേ? എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ആൽക്കലിജൻസ് ഫീക്കാലിസ്. അതുപോലെ നാലാമത്തേത് ലോഫോട്രിക്കസ്. 2 or more flagella as a bunch at 1 pole of the cell, അല്ലെ? 2-ലധികം ഫ്ലജല്ലകൾ ഒരു ബഞ്ച് കൂട്ടമായിട്ട് ഒരു പോളിൽ വരികയാണെങ്കിൽ ലോഫോട്രിക്കസ് എന്ന് പറയും. സ്യൂഡോമോണസ് ആണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അഞ്ചാമത്തേതും അവസാനത്തേതും പെരിട്രിക്കസ്. എന്താണ്? ന്യൂമറസ് ഫ്ലജല്ല arises around a cell. എക്സാമ്പിൾ ബാസില്ലസ് ടൈഫോസസ്. അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഷേപ്പിലുള്ള പല രീതിയിലുള്ള ബാക്ടീരിയകൾ നമ്മുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബാക്ടീരിയയുടെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. എങ്ങനെ ഇരിക്കും ഒരു ബാക്ടീരിയ, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അതിനുള്ളിൽ എന്തൊക്കെ ഉണ്ട് അല്ലേ. നമ്മൾ സാധാരണ പ്ലാന്റ്സും അനിമൽസും ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം, പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ബാക്ടീരിയകളെ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് അറിയണ്ടേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾ ആ സംശയം ചോദിച്ച് മനസ്സിലാക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത പോർഷനിലേക്ക് പോകാവൂ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്ന ബാക്ടീരിയൽ സ്ട്രക്ചറാണ്. അത് അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. ഓക്കെ.